ഒരു അറബിയും ഞാൻ ഖുറശിയാണ്, ഞാൻ തമീമിയാണ്, ഞാൻ മഖ്സൂമിയാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഇതൊന്നും പറയണ്ട. മനുഷ്യനായി ജനിച്ചു നിങ്ങൾ അറബ് ഭാഷ സംസാരിച്ചു. അറബ് ഭാഷയല്ലാത്ത ആയിരക്കണക്കിന് ഭാഷകൾ ഈ ഭൂമിയിൽ മനുഷ്യൻ സംസാരിക്കുന്നു. അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷ സംസാരിക്കാത്തവനേക്കാളും സ്ഥാനമില്ല. എന്നാ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും സംസാരിക്കുന്നവനോ ഞാൻ അറബിയെക്കാളും മുന്തിയ ആളാണെന്ന് നിങ്ങളും പറയണ്ട. നിങ്ങളുടെ പാസ്പോർട്ടുകൾക്കോ നിങ്ങളുടെ ലാംഗ്വേജുകൾക്കോ ഒരു ക്രെഡിബിലിറ്റിയും ഇവിടെ ഇല്ല. വലാലി അജമീൻ അലാലി അറബി വലാലി അബിയദ് അലാ അസ്വദ വലാലി അസ്വദ അലാ അബിയദ്. വെളുത്ത ഒരു തൊലിയുണ്ടായതിന്റെ പേരിൽ ഞാൻ നിന്നെക്കാളും ഉഷാറാണെന്ന് ഒരു കറുത്തവനെ നോക്കിയിട്ടും ഒരു വെളുത്തവനും ചിന്തിക്കരുത്. നിറമില്ലാത്തൊരു പെണ്ണിനെ കാണുമ്പോ നിറമുള്ള ഒരു പെണ്ണും പറയണ്ട നിന്നെക്കാളൊക്കെ മുന്തിയാള് ഞാനാണെന്ന്. ഇനി കറുപ്പിനാണ് അഴകെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു കറുത്തവനും വിചാരിക്കേണ്ട വെളുത്തവനേക്കാളും മുന്തിയവൻ ഞാനാണെന്ന്. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇത് പടച്ചവന്റെ സൃഷ്ടികളാണ്. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങൾ ആരുടെയൊക്കെ മനസ്സിലാണോ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ളത്, അവര് മാത്രമാണ് ഇന്ന് മുന്തിയവർ. നിങ്ങളുടെ രാജ്യമോ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ വൈകൃതങ്ങളോ നിങ്ങളുടെ പെർഫെക്ഷനോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അൽ ഹജ്ജു അറഫ. ഈ നൃത്തമാണ് ഹജ്ജിനെ ഹജ്ജാക്കി മാറ്റുന്നത്. ഞാൻ മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. സർവ്വ അഹങ്കാരവും ഇറക്കി വെച്ച് പൈസക്കാരനാണ്, എന്റെ കയ്യിൽ കാശുണ്ട്, എന്റെ വീട് ഇത്ര വലുപ്പമുള്ള വീട്, എന്റെ വാഹനത്തിന് ഇത്ര വില, എന്റെ ബിസിനസിന്റെ ടേൺ ഓവർ ഇത്ര, ഒന്നും വില പോവില്ല. 2 കഷ്ണം തുണി മതി. 2 കഷ്ണം തുണി. ആ തുണി എടുത്തുകൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ, മിനിമം 30 ലക്ഷമോ 40 ലക്ഷമോ വരുന്ന മനുഷ്യർക്കിടയിൽ ഒരാളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല ആരാണ് ഇയാളെന്ന്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഇഹ്റാമിന്റെ വേഷം അങ്ങനെയാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. എത്ര ദൂരം നിന്ന് കണ്ടാലും അറിയാൻ പറ്റില്ല. അടുത്ത് വന്നെങ്കിൽ അറിയാം ചിലപ്പോ. എന്തേ? അല്ലാഹുവിന്റെ മുമ്പിൽ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ ദേഹത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. പടച്ചവനെ കുറിച്ചുള്ള ബോധം ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. വഅശാറ തലാസ. 3 തവണ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ ഈ വാക്ക് പറഞ്ഞത്. എല്ലാവരും ഒരുപോലെയാണ്.